ബാക്ടീരിയക്ക് എന്താ പ്രയോഗിച്ചത്? ഫംഗസിൽ എന്താ പ്രയോഗിച്ചത്? കണ്ടോ, പ്രശ്നം അവസാനിച്ചാലോ. അപ്പൊ ബാക്ടീരിയക്ക് റസൂൽ എന്ന് പറഞ്ഞ പേരാണ് ജിന്ന്, ഫംഗസിന് പറഞ്ഞ പേരാണ് ജിന്ന്, അതുപോലെ തന്നെ വൈറസിന് പറഞ്ഞ പേരാണ് ജിന്ന്. അപ്പൊ ജിന്ന് എന്ന് പറഞ്ഞാല് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അതിനൊക്കെ ജിന്ന് എന്ന് പറയും. ഇതാ പറഞ്ഞത്. ഇവര് മതം മറന്നുപോയി. മതം ഇവർക്കില്ല, ദീനില്ല. പിന്നെ കുറെ ബെടായികൾ അടിക്കുക. അതിപ്പോ നാട്ടിലെ യുക്തിവാദികൾ പ്രസംഗിക്കണില്ലേ? നേരത്തെ ചേകനൂരികളൊന്നും പ്രസംഗിച്ചു പോയില്ലേ? ചേകനൂരികൾ അവർക്കെന്താ പ്രമാണമൊന്നും വേണ്ടാതാ, ഇതൊന്നും വേണ്ട, ഇതൊന്നും സ്വീകരിക്കണ്ട. ചേകനൂരിയാകാ, യുക്തിവാദിയാകാ, ഇത് അതുപോലെ തന്നെ മടവൂരിയാകാ. അതിന് വലിയ ചെലവില്ല മക്കളെ, അതിന് വലിയ ചെലവില്ല. ഇവര് മതം മറന്നുപോയി, ദീൻ മറന്നുപോയി, ദീനുൽ ഇസ്ലാം മറന്നുപോയി. അതുകൊണ്ട് ഇവരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. നമ്മള് എവിടെ നിന്ന് ഓർമ്മിപ്പിക്കുന്നു? ഇവരുടെ പഴയ പുസ്തകം. ഇത് ഞാൻ എടുക്കുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? സെൽസബിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉയർത്തി കാണിച്ചു. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം ഉയർത്തി കാണിച്ചു. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദീർഘകാല അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം ഈ താനാളൂരങ്ങാടിയിൽ നിന്ന് ഉറക്കെയൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളി സ്വീകരിക്കാൻ നട്ടലില്ലാതെ പോയ മടവൂരികളെ, നിങ്ങൾക്ക് വേണ്ടി അടുത്ത പുസ്തകം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പുസ്തകം ആരെഴുതിയാണെന്നറിയുമോ? CP ഉമർ സുല്ലമി എന്ന നിങ്ങളുടെ വസിയ്യ്, KP വസിയ്യത്ത് ചെയ്ത് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ. അങ്ങനെയാണല്ലോ പണ്ടും അബ്ദുല്ലാഹിബ്നു സബ പ്രശ്നം ഉണ്ടാക്കിയത്. ആ അബ്ദുല്ലാഹിബ്നു സബ എന്ന് വന്ന് പറഞ്ഞത് അബൂബക്കർ അധികാരം തട്ടിക്കളഞ്ഞു, ഉമർ അധികാരം തട്ടിയെടുത്തു, ഉസ്മാൻ ഇപ്പോഴും ആ കസേരയിലാണ്, എന്നാ മുഹമ്മദ് നബി വസിയ്യത്ത് ചെയ്തു പോയ ആൾ അലിയാർ തങ്ങളാണ്. ആ പ്രശ്നം പറഞ്ഞുകൊണ്ടാണല്ലോ ആദ്യം അബ്ദുല്ലാഹിബ്നു സബ എന്ന ജൂതൻ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിക സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കിയത്. ഇതിന് തത്തുല്യമായ നിലക്ക് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടന്നു വന്നിട്ട് അതേ KP പറഞ്ഞ വസിയ്യാണ് നമ്മുടെ സുല്ലമി, ഉമർ സുല്ലമി എന്ന് വാന്ന് പറഞ്ഞിട്ട് നാട് നീളെ പ്രചരിപ്പിച്ചില്ലേ? ആ ഉമർ സുല്ലമി ആയിരുന്നപ്പോൾ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം എന്ന് താനാളൂരങ്ങാടിയിൽ ഉറക്ക വായിക്കാൻ ധൈര്യമുള്ള വല്ലമാരുണ്ടോ? ഈ അങ്ങാടിയിൽ നിന്നൊന്ന് ഉറക്ക വായിക്കുമോ? എന്താ സംഭവം? നിങ്ങൾ വായിക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കിനി വായിക്കാൻ കഴിയില്ല. നിങ്ങൾ മതം മറന്നുപോയി, നിങ്ങൾ ഖുർആൻ മറന്നുപോയി, നിങ്ങൾ ഹദീസ് മറന്നുപോയി. എന്താണ് ഇതിലുള്ളതെന്നറിയോ? ഉറക്കത്തിലെ ഭയപ്പാടും ദുസ്വപ്നവും. ആരാ പറയുന്നത്? ഉമർ സുല്ലമി എഴുതുന്നു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു? നിങ്ങൾ ആരെങ്കിലും ഉറക്കത്തിൽ ഭയപ്പെട്ടാൽ അവൻ ഇങ്ങനെ പറയട്ടെ. ഒരാൾ ഉറങ്ങുമ്പോ പേടിച്ചാൽ എന്ത് പറയണം? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഗളബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാതി ശയാതീൻ വഅയ്യഹ്ദുറൂൻ. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ പൂർണ്ണവചനങ്ങൾ കൊണ്ട് അവന്റെ കോപത്തിൽ നിന്നും അവന്റെ അടിമകളുടെ ദേഷ്യത്തിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ഇനി അടുത്ത വാചകം കേട്ടോടെ, അത് കേട്ടോടെ. പിശാചുക്കളുടെ ബാധകളിൽ നിന്നും അവരുടെ സാന്നിധ്യത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. പിശാച് ബാധയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ രക്ഷ തേടുകയാണ്. അതുപോലെ തന്നെ ആ പിശാചുക്കൾ ഹാളിറാകുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയാണ്. ഈ വാചകം ശംസുദ്ദീൻ പാലത്തിൻ്റെതല്ല, ഉമർ സുല്ലമി നമ്മുടെ വസിയ്യ് ജനറൽ സെക്രട്ടറി, ആ സെക്രട്ടറിയുടെ വാചകമാണ്. ഇനി കേട്ടോ, ദുസ്വപ്ന ദർശനം ഉണ്ടായാൽ, ഒരാൾ ദുസ്വപ്നം കണ്ടാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം പാറ്റി തുപ്പണം. വടവൂരി ബുദ്ധിക്ക് പറ്റുന്നുണ്ടോ? അപ്പുറത്ത് കെട്ടിയോളില്ലേ, പാറ്റി തുപ്പിക്കൊടുക്ക. ഇടതുഭാഗത്തേക്ക് 3 വട്ടം. നാളെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. പക്ഷേ പറഞ്ഞത് ശംസുദ്ദീൻ പാലത്തല്ല, സക്കരിയ സലാഹി അല്ല, നേരെ മറിച്ച് ഉമർ സുല്ലമിയുടെ പുസ്തകമാണ്. ഇടതുഭാഗത്തേക്ക് തുപ്പണം. പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. എന്നിട്ടോ കിടന്ന ഭാഗത്ത് നിന്നൊന്ന് തിരിഞ്ഞു കിടക്കുകയും വേണം. എന്നാൽ അത് ഉപദ്രവം ചെയ്യുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദുസ്വപ്നം കണ്ടാൽ പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തോടണം. അതുപോലെ തന്നെ തിരിഞ്ഞു കിടക്കണം. ഇടതുഭാഗത്തേക്ക് 3 വട്ടം പാറ്റി തുപ്പണം. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, ബുഖാരി മുസ്ലിമും പഠിപ്പിക്കുന്നതാണ്, അവരുദ്ധരിച്ചതാണ്. ഇത് നിന്ന് മടവൂരികൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. മടവൂരികൾ ഇത് മറന്നുപോയെങ്കിൽ വീണ്ടും ഉമർ സുല്ലമി എഴുതുകയാണ്. അടുത്ത ഹദീസ് മടവൂരികൾ മറക്കാതെ കേൾക്കേണ്ട ഹദീസ്. അബൂ മാലിക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ
വീട്ടിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. ഈ വാചകം പറയണം. അല്ലാഹുവേ, ഗുണകരമായ പ്രവേശനവും ഗുണകരമായ പുറത്തിറക്കവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ ബരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും പിന്നെ സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുകയും ചെയ്യണം. അപ്പൊ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ഈ പ്രാർത്ഥന പറയണം, സലാം പറയണം. എന്നിട്ട് ഇതാ അടുത്ത ഹദീസ് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഒരാൾ വീട്ടിലേക്ക് കടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിന്റെ പേര് പറഞ്ഞാൽ, ബിസ്മില്ല പറഞ്ഞുകൊണ്ടാണെങ്കിൽ, അള്ളാഹുവിന്റെ നാമത്തിലാണെങ്കിൽ പിശാച് പറയും. എന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾക്കിന്ന് പാർപ്പിടവും ആഹാരവുമില്ല. ഈ വീട്ടിൽ നിങ്ങൾക്ക് പാർപ്പിടമില്ല, ആഹാരമില്ല. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചില്ലെങ്കിൽ പിശാച് പറയും, നിങ്ങൾക്കിന്ന് പാർപ്പിടവുമായി ആഹാരവുമായി. വീട്ടിലേക്ക് കയറുമ്പോ ശൈത്താൻ ഇങ്ങനെ നോക്കി നിൽക്കും. മടവൂരി, നീ വിശ്വസിക്കുമോ? നീ അംഗീകരിക്കുമോ? ഇത് ഈ സമൂഹത്തോട് വിളിച്ചു പറയുമോ? ഇത് നീ പ്രസംഗിക്കുമോ? ശൈത്താൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ടോ ആ വീട്ടിലേക്ക് കയറുന്നയാൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചാ കയറുന്നതെങ്കിൽ ശൈത്താൻ പറയും, അതെ, ഇവിടെ നമുക്ക് താമസമില്ല, ഇവിടെ നമുക്ക് കയറാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ശൈത്താൻ നോക്കും, ബിസ്മി ചൊല്ലുന്നുണ്ടോ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നുണ്ടോ? ഉച്ചരിച്ചാൽ ശൈത്താൻ പറയും, നമുക്ക് ഇവിടെ ഭക്ഷണമില്ല. എന്നാൽ കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചില്ലെങ്കിലോ പിശാച് തന്റെ അനുയായികളോട് പറയും, ഇവിടെ നിങ്ങൾക്ക് താമസ സൗകര്യമുണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണവുമുണ്ട്. അങ്ങനെ പിശാച് ആ വീട്ടിൽ താമസിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞതാണെങ്കിൽ ക്ലിപ്പിടാമായിരുന്നു. സക്കരിയ സലാഹി പറഞ്ഞതാണെങ്കിൽ ക്ലിപ്പിന് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതാ പുസ്തകത്തിലാണ്, CP ഉമർ സുല്ലമിയുടെ പുസ്തകത്തിലാണ്. ഉറക്കെ ഒന്ന് വായിച്ചു കൊടുക്കുമോ ഇവിടുന്ന്? ഇനി ബാത്റൂമിലേക്ക് കയറുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പ്രാർത്ഥിക്കേണ്ടത്? വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോ ഇങ്ങനെ പറയാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അല്ലാഹുവേ, ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും കാവൽ തേടുന്നു. എന്നാ സുല്ലമി പറയുന്ന അവിടെ അടുത്തെന്നറിയോ? ആൺ പെൺ മാലിന്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു എന്നാ ആ ഹദീസിന് അർത്ഥം പറയുന്നത്. അതെങ്ങനെയാണോ? ഈ മാലിന്യത്തിന്റെ കൂട്ടത്തിൽ ലേഡീസ് ജെൻസ് ഉണ്ടോ? ലിംഗനിർണ്ണയം നടത്തിയിട്ട് അതാണ് ഇത് പെണ്ണ്, അങ്ങനെ ഉണ്ടോ മാലിന്യത്തിന്റെ കൂട്ടത്തില്? അപ്പം മൂപ്പരിങ്ങനെ ചിന്തിക്കുക, ബുദ്ധി കിടക്കണമല്ലോ. ബുദ്ധി കിടക്കാൻ വേണ്ടി മൂപ്പര് ചെയ്ത് അവിടെ ആൺ പെൺ മാലിന്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആൺ കൊതുകാണ്, പെൺ കൊതുകാണ്. അപ്പൊ അള്ളാഹുവിന്റെ അവതരിപ്പിക്കുന്ന കൊതുക് തിരിയാ, ആമന്മാർക്കും കൊതുക് തിരി. അത് പിന്നെ പറഞ്ഞു കയറിയാ പിന്നെ കൊതുക് അടിക്കൂലതാ. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതാ ഇന്ന് മടവൂരിയുടെ ഗതികേട്. എന്നാ CP ഉമർ സുല്ലമി പറയുന്നതോ, ആൺ പെൺ പിശാചുക്കൾ, ആ പിശാചുക്കളിൽ നിന്ന് അഭയം ചോദിക്കുന്നു. ഇനിയും കേട്ടോ അടുത്ത വാചകം. ഇത് CP ഉമർ സുല്ലമിയുടെ ബുക്കാണ്. ഉറക്കെ ഒന്ന് വായിക്കാൻ, ഇതുപോലൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് കഴിയും. കാരണം ഞങ്ങൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. ഈ പുസ്തകം എഴുതിയ CP ഉമർ സുല്ലമിക്ക് ഇതൊന്ന് ഉറക്കെ വായിക്കാൻ ധൈര്യമുണ്ടോ? ഈ പുസ്തകം എഴുതിയാൽ ഉറക്കെ വായിക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യമില്ല. കാരണം മതം മറന്നുപോയി, ദീൻ മറന്നുപോയി. അതാണ് പ്രശ്നം. ഇനി കേട്ടോളൂ എന്താ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി എഴുന്നേറ്റാൽ തക്ബീർ കൊണ്ട് നമസ്കാരം ആരംഭിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തിയ ശേഷം ഇങ്ങനെ പറയാറുണ്ടായിരുന്നുവെന്ന് ഹദീസിലുണ്ട്, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫഖിഹി വനഫതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ എണീറ്റ് തക്ബീർ ചൊല്ലിക്കൊണ്ട് നമസ്കാരം ആരംഭിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തിയ ശേഷം പറയുന്ന വാക്കാണ് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫഖിഹി വനഫതിഹി. എന്താണ് അർത്ഥം? എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനോട് ആട്ടി അകറ്റപ്പെട്ട പിശാചിൽ നിന്ന്, അവന്റെ പിശാചിന്റെ ദുർമന്ത്രം, മനസ്സിനടുത്ത് ദുർമന്ത്രമല്ല, അവന്റെ ബാധയിൽ നിന്ന്. ആരുടെ ബാധ? പിശാചിന്റെ ബാധയിൽ നിന്ന്